ആ നെഗറ്റീവ് പറയണമെങ്കിൽ മറ്റേ അശ്വന്ത് കൊക്കേ പറയുള്ളൂ. അവൻ ഇപ്പം ചെന്നാൽ ഉടനെ നമ്മളെ നിവനെണ്ണ പോലെ ഒരു കൈലി എടുത്ത് കൊടുക്കും, ഒരു കറുത്ത ഷർട്ട് ഉണ്ടോ, ഹായ് ഫ്രണ്ട്സ്. ആൾക്കാർക്ക് വേണ്ട ഒരു ഇത് കിട്ടിയ പോലെ എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ക്രിഞ്ചായിരുന്നു. ഇമോഷണലി കുറേയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ബ്രോ മലയാളിയായിട്ട് പറയണമെങ്കിൽ കുറച്ച് തല താഴ്ത്തിയാണ് വന്നത്. കൊള്ളാം, നല്ല പടം. നല്ല സിനിമയായിരുന്നു. കൊള്ളാം, നല്ല പടമാണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ആൾക്കാർ എല്ലാം കണ്ടിരിക്കേണ്ടത്. നല്ല പടം, നല്ല പടം. പടം കൊള്ളാം. നല്ല പൊളിറ്റിക്കൽ കോമഡി സിനിമയാണ്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാഗൊന്നും അല്ല. ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് വന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം, നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം പറഞ്ഞ് നല്ല വൃത്തി വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്രോ കിടിലം പടം ബ്രോ, ഒന്നും പറയാനില്ല. അതായത് ജിജോ ജോസ് ആൻ്റണിയുടെ പടം എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ ജനഗണമനേൻ്റെ അത് ടോപ്പ് അതേപോലെ ഒരു ഇതാണ്, ജോണറാണ് പിടിച്ചേക്കണം. കൊള്ളാം, മ്യൂസിക് ആയാലും നിവിൻ്റെ നല്ലൊരു ആക്ടിങ് ആയിരുന്നു. നല്ല മൂവിയാണ് ബ്രോ, എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മതമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഫിലിം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഫിലിം തന്നെയാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ആ ബോണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല മൂവിയാണ് പടം. ഫസ്റ്റ് ഹാഫ് നല്ല ഫണ്ണായിരുന്നു, കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. ഈ കറണ്ട് സിനാരിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ക്രിഞ്ചായിരുന്നു. ഇമോഷണലി കുറേയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതി, സെക്കൻഡ് ഹാഫിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ക്ലൈമാക്സ് വരെ മനസ്സിലാവും. കുറച്ച് ഓവറായിരുന്നു. കുഴപ്പമില്ല ബ്രോ. സെക്കൻഡ് ഹാഫ് ഷോക്കായിരുന്നു. ബ്രോ മലയാളിയായിട്ട് പറയണമെങ്കിൽ കുറച്ച് തല താഴ്ത്തിയാണ് വന്നത്. കരിഞ്ഞു പോയ ബുൾസേ പോലെ ആയിപ്പോയി. അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു അവസാനം ഒരു 10-15 മിനിറ്റ് ഡയറക്ടർ പടമാണ്. ഒരു നിവിൻ പോളി പടം പ്രതീക്ഷ വന്നത്, പക്ഷേ കണ്ടി. പക്ഷെ നിവിൻ പോളി കൊള്ളാം. പക്ഷെ കോമഡി ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. കോമഡി പ്രതീക്ഷ വന്ന ട്രെയിലർ കണ്ടിട്ട് പ്രതീക്ഷ വന്നത് ഒന്നും കണ്ടില്ല. എബോ ആവറേജ് മൂവിയാണ്. അങ്ങനെ ഭയങ്കര കിടിലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു. ധ്യാൻ്റെയും ആളുടെയൊക്കെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് അതുപോലെ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ അത്ര സൂപ്പറായിട്ട് വന്നില്ല. ക്ലൈമാക്സ് ആണെങ്കിലും അത്ര കിടിലായിട്ടൊന്നും തോന്നിയില്ല. നിരാശയെന്നൊന്നും പറയാൻ പറ്റില്ല. വൺ ടൈം വാച്ചാണ്. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അത്ര എങ്ങോട്ട് ട്യൂൺസിനും നമ്മുടെ ജനഗണമനയ്ക്കുമൊക്കെ ശേഷം വന്നൊരു വെറുതെ വാച്ച് ചെയ്യാം അങ്ങനെയല്ലേ ഉള്ളൂ. മെസ്സേജൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ആൾക്കാർക്ക് വേണ്ട ഒരിത് കിട്ടിയ പോലെ എനിക്ക് തോന്നിയില്ല. മലയാളി ഫ്രം ഇന്ത്യ നല്ല സിനിമയാണ്. കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു പടമാണ്. നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു സിനിമയായിപ്പോയി. അത് ആ ഷൗട്ട് ചെയ്ത് വരുന്ന അയാളിനെ നമ്മുടെ മലയാളിയെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട്, ശക്തി കൊണ്ടും ഇത് വാക്കുകൊണ്ടൊന്നും നിർത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് ബുദ്ധിപരമായിട്ട്, അതാണ് നമ്മളെ മലയാളിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത്. ബുദ്ധിപരമായിട്ട് അയാളുടെ സ്നേഹം പിടിച്ചു പറ്റി. നമ്മൾ സ്റ്റോറി മൊത്തം പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ അതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ രോമത ഇങ്ങനെ പെട്ടാന്നും പറഞ്ഞിട്ട് എണീക്കുകയാണ്. നല്ലൊരു മെസ്സേജാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ നെഗറ്റീവ് പറയണമെങ്കിൽ മറ്റേ അശ്വന്ത് കൊക്കേ പറയുള്ളൂ. അവൻ ഇപ്പം ചെന്നാൽ ഉടനെ നമ്മളെ നിവനെണ്ണ പോലെ ഒരു കൈലി എടുത്ത് കൊടുക്കും, ഒരു കറുത്ത ഷർട്ട് ഉണ്ടോ, ഹായ് ഫ്രണ്ട്സ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ വായിൽ എൻ്റെ പേരെന്തൊരു അശ്വന്ത് കൊക്ക്, കിഴങ്ങ്, മാങ്ങ, തൊലി. തീർച്ചയായും. പിന്നെ ഇത് ഇഷ്ടപ്പെടാത്തവരെന്ന് പറയുന്നത് കുറേ ബാങ്കറോളികളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാങ്കറോളികൾ ഇത് ഞാൻ പറയുള്ളൂ. ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ പടത്തിലൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സെക്കൻഡ് ഹാഫാണ്. ഞാനൊരു ഇന്ത്യക്കാരനെന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു. മനസ്സിലായില്ലേ? അടിപൊളി പടം, ഒരു രക്ഷയില്ല. പൊളിയാണ് മച്ചാനെ.